ഇവിടെ തന്നെ എപ്പോഴും തെറ്റായ വഴി കൂടെ ഓടുന്നേ. എടാ പൊട്ട, ഇതിലേ ഓടിവാ, ഇതിലേ. ഓ സോറി, ഞാൻ മറന്നുപോയി. എന്റെ അമ്മേ. അയ്യോ. എടാ, നീ എന്താ അവരെ പിടിക്കാത്തത്? സോറി, അണിയെ രക്ഷിക്കണം എന്നുള്ള കാര്യം ഞാൻ മൊത്തത്തിൽ മറന്നുപോയി. ഞാൻ വിചാരിച്ചത് അവൻ ആനപ്പുറത്ത് പോകുന്നു എന്നാണ്. അയ്യോ, കൊള്ളാം. നിങ്ങൾ എന്തായാലും ആനകളെയും കണ്ടു, ഒപ്പം അടിച്ചു പൊളിക്കുകയും ചെയ്തു. എന്തിനാണ് ഈ സ്ഥലം ഫേമസ്? എന്തിനാണ് ഈ സ്ഥലം ഫേമസ് എന്ന് ചോദിച്ചാ ഞാൻ മറന്നുപോയി. ആ, അത് മുതലകൾക്കാണ്. നന്നായിട്ട് ഫോട്ടോ എടുക്കാൻ നോക്ക്. എങ്ങനെയുണ്ട്? ഫോട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ടോ? ഇത് ഉറുമ്പുകൾക്ക് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണോ? അല്ല, കരടികൾക്ക് ഫേമസ് ആയതാ. നിന്റെ കയ്യിൽ കല്ല് കണ്ടു കഴിഞ്ഞാൽ അവറ്റകൾ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല, ഞാൻ വീണ്ടും മറന്നുപോയി. ഈ സ്ഥലം കരടികൾക്കല്ല, തേനീച്ചകൾക്കാണ് ഫേമസ്. ഓടിക്കോ. ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട് സണ്ണി? എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഈ സാൻഡ്വിച്ച് അറിയാതെ വായിക്കകത്തേക്ക് പോയി. എനിക്കപ്പോ എല്ലാം ശരിയാവും. പേടിക്കണ്ട, ഡോക്ടർ ബാലുവിന്റെ ബുക്ക് എന്റെ കയ്യിലുണ്ട്. ഇതിൽ എഴുതിയിരിക്കും പോലെ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിനക്ക് നിന്റെ ഓർമ്മ തിരിച്ചു വരും. ഇവന്മാര് മണ്ടന്മാര് തന്നെയാണ്. ഓർമ്മ പോയാൽ മാത്രമല്ലേ ഓർമ്മ തിരിച്ചു വരികയുള്ളൂ. ഏതായാലും വിടാതിരിക്കാം. ഇവന്മാരൊന്നും തന്നെ അറിയാൻ പാടില്ല. മരുന്നുണ്ടാക്കുന്ന വിധം, അതിനായി പൈനാപ്പിൾ, തണ്ണിമത്തൻ, കുമ്പളങ്ങ, അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. തുടങ്ങിക്കോ കൂട്ടുകാരെ. എടാ, ഇത് വളരെ അപകടം പിടിച്ചതാണ്. അടുത്തത് നമുക്ക് നോക്കാം. കൊള്ളാം, ഇവന് കുറച്ചായിട്ട് ഓർമ്മ വരുന്നുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ബുക്ക് ഒരു സംഭവം തന്നെയാണ്. അടുത്ത മരുന്ന് രോഗിയെ നന്നായിട്ട് കിടത്തി ചികിത്സിക്കണം. അതും ഐസിന്റെ മുകളിൽ വെച്ച് വേണം. ഇത് ശരിയാവുന്നില്ല. എന്തായാലും അടുത്ത് നോക്കാം. രോഗിയെ പിടിച്ച് കൈയും കാലും കെട്ടി തിളച്ച എണ്ണയിൽ പൊരിച്ച് സിംഹത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി അവനെ അവിടെ ഇട്ടിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. കാരണം രോഗിക്ക് നിങ്ങളെ ഓർമ്മയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ അവനെ ഓർമ്മിക്കണം? ഒരു മിനിറ്റ് ചേട്ടായി, ഈ അഡ്രസ് എവിടാന്ന് പറയാവോ? ഇവിടുന്ന് നേരെ പോയി റൈറ്റിലെ 5ാമത്തെ നമ്പർ.
ഒരു മിനിറ്റ് ചേട്ടായി, ഈ അഡ്രസ് എവിടാന്നൊന്ന് പറയാവോ? എടോ തനിക്ക് ഞങ്ങൾ ഇപ്പഴല്ലേ പറഞ്ഞു തന്നത്. അതെയോ, ശരിയാണല്ലോ. ആ കാര്യം ഞാനങ്ങ് മറന്നുപോയി. സോറി. കേറിയിരിക്കെ, ആ അഡ്രസ്സിൽ ഞങ്ങൾ നിന്നെ കൊണ്ടുവന്നാക്കാം. ഇതാണ് നീ പറഞ്ഞ അഡ്രസ്. ചേട്ടായി, ഒരു മിനിറ്റ്, നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്തു പറ്റി? നീ എന്താ ഇവിടെ തന്നെ നിന്നേ? ചേട്ടായി, പിന്നെ ഞാൻ ഒരു കാര്യം മറന്നുപോയി. അല്ല, ഞാൻ ഇതിനാ ഇങ്ങോട്ട് വന്നത്. അടുത്തെന്താ? വരൂ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. എടാ, യവൻ ഇവിടെ എന്തിനാ വന്നെന്ന് മറന്നുപോയിരിക്കുക. ഒരു കുഴപ്പമില്ല. ഇവന് തിരിച്ചു ഓർമ്മ വരുമ്പോ നമുക്ക് വീണ്ടും ഈ സ്ഥലത്തിലേക്ക് വരാം. ഇനിയിപ്പോ നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? ചേട്ടായി, അത് പിന്നെ ഇത് നാഷണൽ പാർക്കിന്റെ അഡ്രസ് ആണ്. ഞങ്ങൾ അങ്ങോട്ടേക്കാ പോകുന്നത്. വാ, നിന്നെ ഞങ്ങൾ അവിടെ വിട്ടേക്കാം. അതെ, നീ ഇനി ഒന്നും ആലോചിക്കണ്ട. ഹായ്, എന്റെ പേര് ഹണി എന്നാണ്. ഇതെന്റെ കൊച്ചലയും ബണ്ണി, ഇത് പോപ്പട്ട്, പിന്നെ ഇത് സോർദാർ. എന്റെ പേര് ബൈക്കിൽ. നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുവന്നത്? ഇതാണ് ഞങ്ങളുടെ വീട്. ആ, ആ, ആ. എടാ, വീട്ടിനകത്ത് നമുക്ക് ഫുട്ബോൾ കളിക്കാമോ? കൊള്ളാം, പച്ച ബോൾ. ഇവന്റെ ഓർമ്മ പോയത് കാരണം ഇനി മറ്റുള്ളവരുടെ ഓർമ്മ പോകുന്ന എനിക്ക് തോന്നുന്നത്. എന്നോട് ക്ഷമിക്ക്, ഞാൻ മറന്നുപോയി. എങ്കിൽ നമുക്ക് വീട്ടിൽ ചെസ് കളിക്കാം. അതെന്തായാലും കൊള്ളാം. ഒരു സ്ഥലത്ത് ഇരുന്ന് കളിക്കാമല്ലോ. ആ, ദാ നോക്ക്, ഞാൻ ചെസ് കളിക്കുകയാണ്. എടാ, അത് ചെസ് ബോർഡൊന്നും അല്ല, സ്കേറ്റ് ആണ്. ഇവ മറന്നു പോയെന്നാ തോന്നുന്നു. ആ, ശരിയോ? ഹേയ്. ആഹാ. അയ്യോ, ഇല്ല, ഞാൻ ഉണ്ടാക്കി വെച്ച ആഹാരങ്ങളൊക്കെ നശിച്ചു പോയി. പാഴായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് വേറെ പുതിയത് ഉണ്ടാക്കാം. എന്തായാലും സണ്ണി വീഴാത്തത് നന്നായി. യുവമാർക്ക് എന്തായാലും നല്ല പണി കൊടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നിനെ വെറുതെ വിടാൻ പാടില്ല. അല്ല, ഇത് വെച്ച് കളിക്കാനുള്ളതാണോ? അല്ല, ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. അത് കൊള്ളാം. അല്ല, ഇത് തുണി നനയ്ക്കാനുള്ള സോപ്പല്ലേ? കഴിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞവൻ കഴിക്കും. അല്ല, ഇത് എറിഞ്ഞു കളിക്കാനുള്ളതാ. ഇനി നീ എന്തെടുത്താലും അത് നേരെ എന്റെ വായിലോട്ട് എറിഞ്ഞോണം, കേട്ടല്ലോ? ഓക്കേ. ആ. അയ്യോ, അയ്യോ. ഞാൻ നിങ്ങൾക്ക് ഈ പാർക്കിലുള്ള ഒരു മനോഹരമായ സാധനം കേൾപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കേൾക്കണേ. എടോ, ഒന്ന് തന്നെ ഇവിടെ കേൾക്കുന്നില്ലല്ലോ. ഈ പാർക്കിലെ നിശബ്ദതയാണ് ഏറ്റവും മനോഹരമായ ശബ്ദം. അതാ മുന്നിൽ നിങ്ങൾ കാണുന്നില്ലേ? ഈ വഴി സിംഹങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടു ചെല്ലും. ഓ വാവ്, നമുക്ക് സിംഹങ്ങളെ കാണാം. ചേട്ടായി, ഒരുപക്ഷെ സിംഹങ്ങൾ നിങ്ങളെ കണ്ടാലോ? എടോ, ഞങ്ങൾക്ക് സിംഹത്തിന്റെ ഫോട്ടോയാണ് എടുക്കേണ്ടത്. ഒരുപക്ഷെ സിംഹങ്ങൾ നിങ്ങളെ എടുത്താലോ? ഒന്നും മിണ്ടാതെ വരുന്നുണ്ടോ? എനിക്കെന്താ, വരൂ. എടാ, സിംഹങ്ങൾ ആവശ്യത്താ ഉള്ളത്. ചേട്ടായി, കുറച്ചു സമയം മുമ്പായിട്ട് കുറെ സിംഹങ്ങൾ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. കൊള്ളാലോ, നിനക്ക് നല്ല ബുദ്ധിയുണ്ടല്ലോ. കയ്യിൽ മണലെടുത്ത് കാര്യങ്ങൾ പറഞ്ഞില്ലേ? എടാ, ഇതിന് എന്തിനാ ബുദ്ധി വേണ്ടത്? ദാ അങ്ങോട്ട് നോക്ക്.
ആ? എടാ നീ സിംഹങ്ങളെയല്ലേ കാണിച്ചു തരാന്ന് പറഞ്ഞേ, പക്ഷെ ഇത് ആനകളല്ലേ? ഓ, അത് പിന്നെ ഞാൻ വീണ്ടും മറന്നുപോയി. നിങ്ങൾ എന്തായാലും ഇവറ്റകളുടെ ഫോട്ടോ എടുത്തോ. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് സിംഹങ്ങളെ കാണിച്ചു തരാം. അയ്യോ ദേ നമ്മുടെ ടെമ്പോ ലെഫ്റ്റിലോട്ട് പോയി. ലെഫ്റ്റിലോട്ടോ? ഞാൻ നേരെയല്ലേ ഓടിക്കുന്നത്. എടാ മരമണ്ട, നമ്മളിപ്പോ ഓടിക്കുന്ന ടെമ്പോ നമ്മുടേതല്ല, മനസ്സിലായോ? ദേ ആ പോകുന്ന ടെമ്പോ ഇല്ലേ, അതിലാണ് സ്വർണം. അത് നമ്മുടെ മുമ്പിൽ തന്നെ ഇല്ലേ? അയ്യോ നീ ആ നമ്പർ നോക്ക്, നമ്പർ പ്ലേറ്റ് നോക്കടാ. എടാ ഇത് ആ ടെമ്പോ അല്ല, നീ ലെഫ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. നമ്മളുടെ എത്തി, വേഗം സാധനങ്ങൾ ഇറക്ക്. ഇതാ കള്ളന്മാരാണ്. അയ്യോ ഒന്ന് നിക്കണേ, നിങ്ങൾ അബദ്ധത്തിന് ഞങ്ങളുടെ ടെമ്പോയാ മാറി എടുത്തോണ്ട് വന്നത്. നിങ്ങൾ വേണമെങ്കിൽ സാധനങ്ങൾ ചെക്ക് ചെയ്തോ. അതിൽ സ്വർണമുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങളും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ സ്വർണ്ണ കച്ചവടക്കാരാണോ? അതെ അതെ, ഞങ്ങൾ സ്വർണ്ണ കച്ചവടക്കാരാ. അത് പിന്നെ വണ്ടി ഷോറൂമിലേക്ക് കൊണ്ടുപോകണ വഴിയാ. പോലീസ് എങ്ങനെ പറഞ്ഞ അത് കേസാവും, പിന്നെ പൊല്ലാപ്പാവും. അതുകൊണ്ട് സൂക്ഷിച്ച് കൊണ്ടുപോകുമായിരുന്നു. എടോ താൻ വെറുതെ ഞങ്ങളെ മണ്ടനാക്കാൻ നോക്കണ്ട, മനസ്സിലായോ? സംശയമുണ്ടോ? സത്യത്തിൽ ഈ സ്വർണം എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? എടോ അത് താനെന്തിനറിയുന്നേ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ചേട്ടൻ എന്തിനാ എല്ലാ കാര്യങ്ങൾക്കും ഇങ്ങനെ വെറുതെ ചൂടാവുന്നത്? അവര് ചോദിച്ചാലും കാര്യമില്ലേ? അങ്ങ് പറഞ്ഞൂടെ ഇത് കള്ളക്കടത്ത് മുതലാണെന്ന്, ഒളിച്ചു കടത്തുവാണെന്ന് പറയുന്നേ. എന്തിനാണ് നീ എനിക്ക് തലവേദന ഉണ്ടാക്കുന്നേ? കുറച്ചു നേരം നീ വായ നടക്കി. ഇനി കുഴപ്പമില്ല, ഇവന്മാരെ വേഗം ഇവിടെ നിന്ന് കൊണ്ടുപോകണം. അല്ല നമ്മൾ തിരിച്ചു പോകുമ്പോ ഇവന്മാരെ കൂടി കൊണ്ടുപോകുന്ന എന്തിനാ? ഇട കഴുതേ, നമുക്ക് ഇവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണ്ടേ? ഓക്കേ. കൂട്ടുകാരെ, മീനുകൾ ഒരുപാടുണ്ട്. ഇതാപത്താണ്. സംശയമുണ്ടോ? അയ്യോ രക്ഷപ്പെട്ടു. എടാ മൈക്ക് എവിടെ പോയടാ? മൈക്ക് എവിടെ? അയ്യോ, നമ്മള് മൈക്കിനെ ഒരുപാട് മിസ് ചെയ്യും കൂട്ടുകാരെ. സംശയമുണ്ടോ? തണുപ്പ്. എടാ നീ നീന്താൻ മറന്നുപോയോ? ആ അതെ. അവസാനം ഓർമ്മിച്ചത് നന്നായി പോയി. ചേട്ടാ ഇത് നാഗ്പൂരിൽ നിന്നുള്ള ഓറഞ്ചാണോ? അതെ, ഇതിന് എത്ര രൂപയാ? അത് കിലോയ്ക്ക് 200 രൂപ. അത് ശരി, നല്ല കത്തി വിലയാണല്ലോ ഈടാക്കുന്നത്. എടോ നാഗ്പൂര് കിലോ 50 രൂപയ്ക്കാ കൊടുത്തോണ്ടിരിക്കുന്നത്. സംശയമുണ്ടോ? എന്നാ പിന്നെ നിങ്ങൾ നാഗ്പൂരിൽ പോയി ഓറഞ്ച് വാങ്ങിച്ചാ മതി. എന്നാ ശരി ചേട്ടനാ കടയുടെ അഡ്രസ് താ, ഞങ്ങൾ പോയി മേടിച്ചോളാം. അല്ല, ഇവൻ കുട്ടിക്കാലത്ത് എങ്ങനെയാണോ അതോ ഇടയ്ക്ക് ഇവന്റെ തലയിൽ വല്ല തേങ്ങ മറ്റു വീണായിരുന്നോ? അതൊക്കെ വിട്ടേക്ക് ചേട്ടാ, ഓറഞ്ചിന്റെ ശരിക്കുള്ള വിലയൊന്ന് പറയുന്നേ. ആ ഓറഞ്ചിന് നല്ല മധുരം ഉണ്ടെന്ന് നിങ്ങൾ എടുത്ത് കഴിച്ചു നോക്കൂ കുട്ടികളെ. ഓക്കേ.
അല്ല നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? അല്ല ചേട്ടനല്ലേ പറഞ്ഞത് ചെക്ക് ചെയ്ത് നോക്കാൻ, അതുകൊണ്ട് ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുവാണ്. അതിന് ഇത്ര എണ്ണ എടുത്ത് കഴിച്ചു നോക്കണമായിരുന്നോ? ഇനി ഏതായാലും 4 ഓറഞ്ചിന്റെ പൈസ തന്നിട്ട് നിങ്ങൾ പോയാ മതി. അതെ കൊച്ചളിയാ, നമുക്ക് ഏതായാലും ഒരു 4 ഓറഞ്ച് കൂടി വാങ്ങിക്കാം. അപ്പൊ പിന്നെ വാങ്ങിയ ഓറഞ്ചിന്റെ പൈസ മാത്രം കൊടുത്താൽ മതിയല്ലോ. ചേട്ടാ, എനിക്ക് വയറുവേദനയ്ക്കുള്ളൊരു ഗുളിക തരുമോ? എടാ മരമുണ്ടോ, ഈ ഗുളിക വയറുവേദന മാറാൻ വേണ്ടിയുള്ളതാണോ? മനസ്സിലായോ? അല്ലാതെ വയറുവേദന ഉണ്ടാക്കാനുള്ളതല്ല. ചേട്ടാ, ഈ കഴുതയുടെ കാര്യം വിട്ടാൽ എനിക്കൊരു ഗുളിക താ. അയ്യോ. അയ്യോ, ഇതെന്താ? അവര് നമ്മുടെ ടെമ്പോയെ കൊണ്ടാ പോകുന്നത്. പിടിക്കവരെ. ആ ടെമ്പോയി നമുക്ക് അവരെ ഫോളോ ചെയ്യാം. സ്വർണം നിറച്ച പെട്ടികൾ മോഷണം പോയെന്നെങ്ങാനും ബോസ് അറിഞ്ഞാൽ നമ്മളെ കൊല്ലും, അടിക്കും, ഇടിക്കും, കൊഴിക്കും. എടാ മരമണ്ട, നീ ടെമ്പോ ഓടിക്ക്, ഞാൻ നോക്കിക്കോളാം. മണ്ടനെ താനാ, ഞാനിതിന്റെ മുകളിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് വണ്ടി എങ്ങനെ ഓടിക്കാനാ? എന്റെ പൊന്നെ, ഒന്ന് താഴേക്ക് വാടാ. അല്ല, ഇയാളെന്തിനാ നമ്മുടെ ടെമ്പോയുടെ മുകളിലേക്ക് ചാടാൻ നോക്കുന്നേ? അയാൾ ഒരു കള്ളനാണെന്നാ എനിക്ക് തോന്നുന്നത്. സംശയമുണ്ടോ? പക്ഷേ ഇയാൾക്ക് ഈ മരുന്ന് കിട്ടിയിട്ട് എന്താ കാര്യം? ഇന്നത്തെ കാലത്ത് മരുന്നുകൾക്ക് നല്ല വിലയുണ്ട്. കൊച്ചളിയ, നീ ടെമ്പോ ഓടിച്ചോ, അവന്റെ കാര്യം ഞാൻ ഏറ്റു. ക്ഷണിക്കാതെ കയറി വന്ന അതിഥി ആയതുകൊണ്ട് നിങ്ങളെ ഞങ്ങളുടെ ടെമ്പോയിലോട്ട് സ്വാഗതം ചെയ്യാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ഓക്കേ? സണ്ണി, നിനക്ക് പരുക്ക് പറ്റി സൂക്ഷിച്ച. എന്നെ കുറിച്ച് നീ ആലോചിക്കണ്ട, നിന്നെ കുറിച്ച് നീ ആലോചിക്ക. ഇത് 50 കിലോ ഭാരമുള്ള കൈയാണ്. വെറുതെ മണ്ടത്തരം പറയാതെ ഹണിയോടൊത്ത് ഒരു ടീമായിട്ട് കളിക്കാൻ നോക്ക. ഇവൻ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇവനെ തോപ്പിച്ചിട്ടേ വേറെ കാര്യമുള്ളൂ. സണ്ണി, നീ ടീമായിട്ട് കളിച്ചില്ലെങ്കിൽ നീ തീർച്ചയായിട്ടും തോക്കും. എടാ ഇങ്ങോട്ട് നോക്ക്, നിന്നെയൊക്കെ തോൽപ്പിക്കാൻ ഞാൻ തന്നെ ധാരാളം. കഴിയുമെങ്കിൽ എന്നൊന്ന് പിടിച്ച് കാണിക്ക്, നോക്കട്ടെ. എടാ, നിന്റെ പുറകിൽ കിറ്റി നിപ്പുണ്ട്. ഹായ് കിറ്റി. സണ്ണി എല്ലാ കളിയിലും ചീറ്റ് ചെയ്യാണ്. ലോകത്തിലെ കള്ളക്കളിയുടെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് സണ്ണിയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇപ്പൊ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം. ഇവൻ തടിച്ച് കളിച്ച് കളിച്ച് ക്ഷീണിച്ചിരിക്കുകയാണെന്നാ തോന്നുന്നേ. പക്ഷെ നമ്മളാണെങ്കിൽ ഇതുവരെ കളി തുടങ്ങിയിട്ടേ ഇല്ല. എടാ സണ്ണി, എഴുന്നേക്ക്. ഇവന് ബോധം പോയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവന്റെ വീട്ടിൽ അറിയിക്കണം. ഞാനെന്താടാ പോയോ? അല്ല, നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമോ? എനിക്കെങ്ങനെയാ നഖമൊക്കെ വളർന്നത്? എനിക്കുണ്ടായിരുന്ന ചിറകല്ലേ. ഞാൻ രാവിലെ ടീം അണ്ടർ കളിച്ചായിരുന്നു. അതെവിടെ പോയി?
എനിക്ക് തോന്നുന്നത് ഇവന്റെ തലയിൽ ബോൾ കൊണ്ടതുകൊണ്ട് ഇവന്റെ ഓർമ്മയൊക്കെ പോയെന്നാണ്. കൊച്ചലിയ ഈ ഓർമ്മ പോയെന്ന് പറഞ്ഞ എന്താണ്? അല്ല എനിക്കങ്ങനെ എപ്പോഴെങ്കിലും പോവാറുണ്ടോ? നീ ടെൻഷൻ ആവണ്ട. തലയ്ക്കകത്ത് വെളിവുള്ളവർക്ക് മാത്രമേ ഓർമ്മ പോകുന്ന പ്രശ്നം ഉണ്ടാവുള്ളൂ. കൊള്ളാലോ, എത്ര വലിയ ലഡുവാ. ഞാനെന്തായാലും കഴിക്കാൻ പോവാണ്. ഇത് ലഡു അല്ലടേ, ബോളാ ബോൾ. സോറി, ഞാൻ മറന്നുപോയി. അപ്പൊ ലഡ് എങ്ങനെയാ ഉണ്ടാവുക? എടാ കുട്ടിയാടേ, നിന്നെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് രണ്ടുപേർക്ക് കളിക്കാം. നീ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ അടിച്ച അടിയിൽ ദാ ഇവൻ കറങ്ങി തിരിഞ്ഞ് ഇവന്റെ മോന്തയുടെ ഷേപ്പ് പോലും മാറിപ്പോയി. സംശയട്ടോ? എടാ സോറി, ഞാനൊന്ന് വെറുതെ അവന്റെ അടുത്ത് കളിച്ചത് മാത്രമേ ഉള്ളൂ.